ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗ്രാനൈറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത്, അതിൻ്റെ പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഏതെല്ലാം ടൈപ്പ് ഗ്രാനൈറ്റുകളാണ് നമുക്ക് വില കുറവിൽ നല്ല ക്വാളിറ്റിയിൽ കിട്ടുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കട്ടോ. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നത് ഞാനിന്നുള്ളത് ആന്ധ്രയിലാണ്. ആന്ധ്രയിലെ ഒരു സ്റ്റീൽ ഗ്രേ എന്ന് പറഞ്ഞ ഗ്രാനൈറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറിയിലാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് എങ്ങനെയാണ് കല്ലുകൾ വരുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മുമ്പ് കോറിങ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന് മുന്നേയുള്ള വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ വീഡിയോയിൽ ഞാൻ അത് കാണിക്കുന്നില്ല. ഇവിടെ കല്ലെത്തിയതിന് ശേഷം അവർ എന്തെല്ലാം പ്രോസസ്സുകളാണ് ചെയ്യുന്നതൊക്കെ എനിക്ക് കാണിച്ചുതരാം. അതുപോലെ തന്നെ പല ആളുകളും നമ്മളോട് ചോദിക്കാറുണ്ട് സ്റ്റെയർ കേസിന്, അതുപോലെ തന്നെ ഫ്രണ്ടിലെ സ്റ്റെപ്പിന്, കിച്ചൺ റാക്കിന്, സിറ്റ് ഔട്ട് റാക്കിന്, ഇതിനൊക്കെ അവർക്ക് കുറഞ്ഞ വിലയിൽ നല്ല ക്വാളിറ്റി കല്ലുകൾ കിട്ടണം, അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ള ലൈഫ് ലോങ് കിട്ടുന്ന കല്ലുകൾ കിട്ടണം. അപ്പോൾ അത് ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിനും കൂടെ ഉള്ളൊരു ഉത്തരം കൂടെ ആയിരിക്കും കേട്ടോ ഈ ഒരു വീഡിയോ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. രണ്ട് തരത്തിലുള്ള പ്രോസസ്സ് വരുന്നുണ്ട്. ഇപ്പോൾ കല്ല് സോഫ്റ്റ് ആയിട്ടുള്ള കല്ലുകളിൽ നമ്മൾ കളർ ആഡ് ചെയ്തിട്ട് നമുക്ക് പല രീതിയിലുള്ള കളേഴ്സൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ വരുന്ന കല്ലുകളുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടോ നമ്മൾ ഈ സ്റ്റീൽ ഗ്രേ എന്ന കല്ല് ഭയങ്കര ഹാർഡായിട്ടുള്ള കല്ലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് എക്സ്ട്രാ കളേഴ്സോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു ഗ്രേ ഷെയ്ഡായിരിക്കും വരിക. കുറഞ്ഞ വിലയിൽ തന്നെ നമുക്ക് മെറ്റീരിയൽ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ മുമ്പൊക്കെ ആളുകൾ ഫ്ലോറിങ്ങിനൊക്കെ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ കൂടുതലായിട്ട് ഫ്ലോറിങ്ങിൽ പൊതുവെ ഗ്രാനൈറ്റുകൾക്ക് കംപ്ലയിൻറ്റ് കൂടുന്നത് കാരണം കിച്ചൺ റാക്ക്, അതുപോലെ തന്നെ സ്റ്റെയർ കേസ് റാക്ക്, ഫ്രണ്ടിലെ സ്റ്റെപ്പ്, ഇതിനൊക്കെ അത്യാവശ്യം ഹാർഡായിട്ടുള്ള മെറ്റീരിയൽസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽപ്പെട്ടൊരു മെറ്റീരിയലാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരുന്നത് കേട്ടോ. ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലും ഗ്രാനൈറ്റ് കട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 5-6 വർഷം മുന്നേക്ക് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന സംഭവമായിരുന്നു ഗ്രാനൈറ്റ് എന്നുള്ളത്. അതൊരു ട്രെൻഡിങ് ആയി പോയിരുന്ന സമയം കേട്ടോ. പക്ഷേ കുറച്ച് കാലങ്ങൾ കൊണ്ട് തന്നെ ആ ഗ്രാനൈറ്റിൻ്റെ പ്രോസസ്സിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലോറിങ്ങിൻ്റെ വേണ്ടി ഉപയോഗിക്കുന്നതും അതെല്ലാം നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ട്രെൻഡിങ് ആയ സമയത്ത് വളരെ മൂപ്പ് കുറഞ്ഞ ലോ ക്വാളിറ്റിയിൽ വരുന്ന കല്ലുകളൊക്കെ കട്ടിങ് സ്റ്റാർട്ട് ചെയ്തു. എവിടെ കല്ല് കണ്ടാലും അതെല്ലാം കട്ട് ചെയ്തിട്ട് പല ഡിസൈനിലും വന്നിട്ട് ബാംഗ്ലൂർ മാർക്കറ്റിലും അതുപോലെ തന്നെ നഞ്ചങ്കോട്, മൈസൂർ മാർക്കറ്റിലൊക്കെ ഇറങ്ങിയിട്ട് ഇവിടുന്ന് ആളുകൾ അങ്ങോട്ട് പോയിട്ട് അങ്ങനത്തെ ലോക്കൽ കല്ലുകളൊക്കെ എടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഫ്ലോറിൽ ചെയ്തു. അവർ 10, 15, 20 ലക്ഷമൊക്കെ ചിലവാക്കി ഉണ്ടാക്കുന്ന ഒരു വീടിനകത്ത് അവർ ഈ ഗ്രാനൈറ്റിൻ്റെ സെക്ഷൻ എത്തുമ്പോൾ അവർ ഏറ്റവും ചീപ്പായിട്ടുള്ള കല്ലുകൾ നോക്കി സെലക്ട് ചെയ്യാൻ നോക്കി. അതിനകത്ത് തന്നെ അവർ ഇവിടുന്ന് ഏജന്റുമാരെ കൊണ്ടുപോയതിന് ശേഷം അവർക്ക് അതിനുള്ള കമ്മീഷനും കൂടെ വരുമ്പോഴേക്ക് വളരെ ചീപ്പസ്റ്റ് കല്ല് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യം വന്നു. അത് കാരണം വിരിച്ച് 1-2 വർഷം കൊണ്ട് തന്നെയൊക്കെ കല്ലുകൾ പറ്റ മോശം വന്നു കേട്ടോ. അങ്ങനെയുള്ള സമയത്താണ് നമുക്ക് ഈ ഒരു കല്ലിൻ്റെ പ്രസക്തി കേട്ടോ. സ്റ്റീൽ ഗ്രേ കല്ല് ഇപ്പോൾ നമ്മൾ വിരിച്ചതിൽ നമുക്ക് ഏകദേശം 99% വീടുകളിലും ഇതുവരെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. ഈ സ്റ്റീൽ ഗ്രേ തന്നെ പല കാറ്റഗറി വരുന്നുണ്ട് കേട്ടോ. പക്ക ഗ്രേ ടൈപ്പ് വരുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള മെറ്റീരിയൽ വരുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയലാണ് സ്റ്റീൽ ഗ്രേ എന്ന് പറയുന്ന കല്ല്, ഗ്രേ ഷെയ്ഡ് വരുന്ന കല്ല്. ആ കല്ലിലാണ് നമുക്ക് കംപ്ലൈൻറ്റും കാര്യങ്ങളും ഏറ്റവും കുറവ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് സ്റ്റീൽ ഗ്രേ കല്ല് കട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ കല്ല് ലോറിയിൽ കൊണ്ടുവന്ന് ഇറക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അതിനുശേഷം നമുക്ക് വലിയൊരു ബ്ലോക്കായിരിക്കും വരിക. ഈ ഒരു ബ്ലോക്ക് 2 ബ്ലോക്കാക്കി മാറ്റും, ചെറിയ രീതിയിലുള്ള 2 ബ്ലോക്കാക്കി മാറ്റും. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ കട്ടിങ് മെഷീനകത്ത് കൊണ്ടുപോയിട്ട് വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്യാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. ഇത്രയും വലിയ ബ്ലോക്ക് നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ നമുക്കത് ഹാൻഡിൽ ചെയ്യാനും വർക്കേഴ്സിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് അത് 2 കട്ട് ചെയ്തിട്ട് അതിന് ശേഷമാണ് പിന്നീട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് സ്ലാബുകളാക്കിയിട്ട് സ്ലൈസ് ചെയ്യുക. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഞാൻ ഇതിനകത്തോട് കാണിച്ചു തരാം. നമ്മൾ പൊതുവേ നമ്മുടെ ഷോറൂമിൽ ഈ സ്റ്റീൽ ഗ്രേ കല്ലുകൾ ഉപയോഗിക്കുന്നത് സ്റ്റെയർ കേസിന്, അതുപോലെ തന്നെ ഫ്രണ്ടിലെ സ്റ്റെപ്പിന്, കിച്ചൺ റാക്കിന്, സിറ്റ് ഔട്ട് ബെഞ്ചിന്. ഈ കിച്ചൺ റാക്കിനൊക്കെ ഇത് ഉപയോഗിക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുന്ന ഏരിയ ആയിരിക്കും നമ്മൾ കിച്ചൺ റാക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ള കല്ല് കിട്ടണം. കാരണം നമ്മൾ കത്തി വെച്ചിട്ടുള്ള വർക്കുകളായിരിക്കും കൂടുതൽ വരിക. അതുപോലെ തന്നെ കെമിക്കൽസോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഫുഡിലും കാര്യങ്ങളൊക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഭാവിയിൽ ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സോ കാര്യങ്ങളോ എപ്പോക്സിയോ ഒന്നും ആഡ് ചെയ്യാത്ത കല്ലുകൾ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ കല്ലുകൾ, അതുപോലെ തന്നെ ഗാലക്സിയാണ് ഹാർഡ്നെസ്സിൽ ഏറ്റവും നമ്പർ 1. പക്ഷേ അത് ഇത്തിരി എക്സ്പെൻസീവ് ആണ്. നമുക്ക് എക്സ്പെൻസ് കുറഞ്ഞ ആളുകൾക്ക് നോക്കാനുള്ള കല്ലുകൾപ്പെട്ട ഒന്നാട്ടോ ഇത് സ്റ്റീൽ ഗ്രേ എന്ന് പറഞ്ഞ കല്ല്. പൊതുവെ കല്ല് കാണുമ്പോൾ നമുക്ക് ഗാലക്സി പോലെ അത്രയും ബ്ലാക്ക് ഒന്നും ഫീൽ ചെയ്യില്ലെങ്കിലും ഗ്രേ ഷെയ്ഡ് ആണെങ്കിലും നമ്മുടെ ആവശ്യങ്ങൾക്ക് നടക്കാനും അതുപോലെ തന്നെ വിരിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗി ഫീൽ ചെയ്യുന്ന സംഭവം തന്നെ കേട്ടോ. ഞാൻ ഒരുപാട് ഹോം ടൂർ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് സ്റ്റീൽ ഗ്രേ കല്ലിനെ കുറിച്ചൊക്കെ. കിച്ചൺ റാക്കിനകത്ത് വിരിച്ചൊക്കെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലോറിങ്, ഇതിൻ്റെ കളേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ.
ഇപ്പോൾ നടക്കുന്ന പ്രോസസ്സാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കണം എന്നുള്ളത്. അപ്പോൾ ആ കല്ല് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് വേണ്ട സൈസ് തിക്നെസ്സിനകത്ത് അത് കട്ട് ചെയ്യും. അപ്പോൾ ഒരൊറ്റ ടൈം കട്ട് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം 6, 7 അല്ലെങ്കിൽ 8 ഇത്രയും പീസസ് നമുക്ക് ഒരുമിച്ച് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കുന്ന കല്ലുകളൊക്കെ ഒരേ തിക്നെസ്സിലായിരിക്കും വരും. മുമ്പുണ്ടായിരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ഒറ്റ ബ്ലേഡ് വെച്ചിട്ടായിരുന്നു കട്ട് ചെയ്തിരുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം പല കല്ലുകളും പല തിക്നെസ്സിലായിരുന്നു വന്നിരുന്നത്. ഇപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എത്രയാണ് തിക്നെസ് വേണ്ടത് ആ തിക്നെസ്സിനകത്ത് നമുക്ക് എല്ലാ സ്ലാബും ഒരുമിച്ച് കട്ട് ചെയ്യാൻ പറ്റും. അത്രയും കട്ട് ചെയ്ത കല്ലുകൾ, ബ്ലോക്ക് ചെയ്ത കല്ലുകൾ നമുക്ക് ഇതിനകത്ത് വേറിട്ടെടുക്കണം. കാരണം അടിഭാഗത്ത് കുറച്ച് ഈ ഒരു പ്ലാറ്റ്ഫോം ഇത് നമുക്ക് ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഈസി ആകാൻ വേണ്ടിയിട്ട് നമ്മളത് വെച്ചിട്ടുണ്ടാവും. അത് ഒഴിവാക്കിയതിന് ശേഷമായിരിക്കും നമ്മൾ ഇനി പോളിഷിങ്ങിൻ്റെ സെക്ഷനിലേക്ക് കൊണ്ടുപോകട്ടോ. അപ്പോൾ ആ ഒരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ സിംഗിൾ സ്ലാബുകൾ നമ്മൾ ഇതിനകത്ത് നിന്ന് ഉളി വെച്ചിട്ട് അടർത്തിയെടുക്കും. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടിഭാഗം കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് മറിച്ചിട്ടെടുത്ത് ഇതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സിങ്ങിലേക്ക് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. ഇതാണ് ഈ കാണുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ റോ കല്ല്. ഇതിനെ നമ്മൾ കല്ല് വെച്ചിട്ട് പോളിഷ് ചെയ്യും, മിനുസപ്പെടുത്തിയെടുക്കുക ചെയ്യുക. ആ മിനുസപ്പെടുത്തിയെടുക്കുന്നതിന് മുന്നേ കളർ ആഡ് ചെയ്യുന്ന സെക്ഷനാണ് നമുക്ക് പല കല്ലുകളിലും കാണാറുള്ളത്. ഈ കല്ലിനകത്ത് പക്ഷേ അങ്ങനത്തെ സംഭവങ്ങളോ കാര്യങ്ങളൊന്നും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ വിശ്വസിച്ചെടുക്കാൻ പറ്റുന്നൊരു കല്ലാണ് സ്റ്റീൽ ഗ്രേ കല്ല്. നമ്മുടെ ഷോറൂമിൽ എപ്പോഴും അവൈലബിൾ ആവുന്നൊരു കല്ല് തന്നെയാണ് കേട്ടോ ഇത്. ഈ വളരെ കുറഞ്ഞ വിലയിൽ വീടൊക്കെ ഉദ്ദേശിക്കുന്നവർ ടൈലൊക്കെ ഫ്ലോറിൽ ചെയ്തതിനു ശേഷം പിന്നീട് അവർക്ക് ഇങ്ങനത്തെ കിച്ചണിലെ കൗണ്ടർ ടോപ്പ്, അതുപോലെ തന്നെ സ്റ്റെയർ കേസ്, ഇങ്ങനത്തെ ഭാഗങ്ങൾ എത്തുമ്പോൾ പലരും സംഘിച്ച് നിൽക്കാറുണ്ട്. കാരണം ഗാലക്സി ഇടുമ്പോൾ അത്യാവശ്യം നല്ല ഇതിനേക്കാളും ഡബിൾ റേറ്റ് വരും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ കല്ലുകൾ ചൂസ് ചെയ്യാം. ഇതിനേക്കാളും വില കുറവുള്ള മെറ്റീരിയൽസാണ് നമ്മൾ ഫ്ലോറിങ്ങിനൊക്കെ വരുന്നത്, ബാംഗ്ലൂർ കല്ലുകൾ. പക്ഷേ അങ്ങനത്തെ കല്ലുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് കളേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫുഡിനകത്തും ഇതിനകത്തൊക്കെ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാട്ടോ. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്ന കല്ല് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ 2 എൻഡും അതുപോലെ തന്നെ കട്ട് ചെയ്തൊന്ന് ക്ലിയർ ആക്കി എടുക്കും കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് അളക്കുന്ന സമയത്തൊക്കെ വളരെ ക്ലിയർ ആയിട്ട് വളരെ നീറ്റായിട്ടുള്ളൊരു കല്ലായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം അത്രയും ഭാഗങ്ങൾ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാനോ ട്രാൻസ്പോർട്ടേഷനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഉപയോഗിക്കാത്ത ഏരിയകളാണ് അതൊക്കെ കട്ട് ചെയ്ത് റിമൂവ് ചെയ്തിട്ട് ഇതിനകത്തോടെ മെഷീനറീസൂടെ കടത്തിവിടും. മുമ്പുണ്ടായിരുന്ന പോളിഷിങ്ങിൻ്റെ മെത്തേഡൊക്കെ ഹാൻഡ് മെഷീനിങ് ആയിരുന്നു. ഇപ്പോൾ ഒക്കെ ലൈൻ പോളിഷിംഗ് എന്ന് പറയും. ഒരൊറ്റ പ്രാവശ്യം പോകുമ്പോഴേക്കും തന്നെ എല്ലാ മെഷീനറീസും ഒരു സമയം വർക്ക് ചെയ്ത് അത് അവിടെ എത്തുമ്പോഴേക്കും ഫുൾ പോളിഷായി എത്തുന്നൊരു പ്രോസസ്സാണ് കേട്ടോ അത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 2 എൻഡും നമ്മൾ കട്ട് ചെയ്യുന്നത്, നേരത്തെ ഫസ്റ്റ് എൻഡ് കട്ട് ചെയ്ത് രണ്ടാമത്തെ സെക്കൻഡ് എൻഡും കൂടെ കട്ട് ചെയ്യുന്നൊരു സെക്ഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് 2 സൈഡും വളരെ ക്ലിയർ ആയിട്ട് കറക്റ്റ് സ്ക്വയറിൽ തന്നെ റെക്റ്റാങ്കിൾ ടൈപ്പിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. കുറച്ച് കാലം മുമ്പ് പോളിഷിങ്ങിനുണ്ടായിരുന്ന മെഷീൻ ഞാൻ നേരത്തെ ഇതിന് മുന്നേയുള്ള വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ സിംഗിൾ മോട്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ മാർബിളൊക്കെ പോളിഷ് ചെയ്യുന്ന പോലെ തന്നെ ഒരു സ്റ്റാൻഡിനകത്ത് വെച്ചിട്ട് മാനുവലായിട്ട് പോളിഷ് ചെയ്യുന്നു. ആ സമയത്ത് നമ്മൾ എത്ര കല്ല് ഉപയോഗിക്കുന്ന അത്രയും കല്ലുകൾ നമ്മൾ റീപ്ലേസ് ചെയ്ത് ഉപയോഗിക്കണമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഉള്ള ലൈനിങ് പോളിഷ് മെഷീനറീസിന് ഈ ഒരു ഹ്യൂമൻ എഫേർട്ട് വളരെ കുറവാണ്. അതുകൊണ്ടാവും മെഷീനൊക്കെ ഓട്ടോമാറ്റിക്കായി വരികയും നമ്മൾ ഈ കല്ലൊന്ന് ജസ്റ്റ് അതിനകത്തോട്ട് വെച്ച് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ ബാക്കിയുള്ള പ്രോസസ്സിങ്ങുകളൊക്കെ ചെയ്യും. ഹ്യൂമൻ എഫേർട്ട് വളരെ സിമ്പിളായിട്ട് കുറച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. കാരണം മുമ്പ് ഒരുപാട് മാൻ പവർ ആവശ്യമുണ്ടായിരുന്ന സമയത്ത് ഇപ്പോൾ അതെല്ലാം കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിനുള്ള കോസ്റ്റ് കുറയ്ക്കും. പക്ഷേ ഈ മെഷീനറീസിന് മറ്റുള്ള മെഷീനറീസിനെ അപേക്ഷിച്ച് വളരെ വില കൂടുതലായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ഫാക്ടറികളിലൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഈ രീതിയിലുള്ള പോളിഷിങ്ങാണ് നടക്കുന്നത്. മറ്റേ പോളിഷിങ് നടക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യാറുള്ളത് ഇതുപോലത്തെ പോളിഷിങ്ങുള്ള ഫാക്ടറികളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഭാഗങ്ങളും ഒരേ പോളിഷിങ്ങിന് കിട്ടുന്നതാണ് കേട്ടോ. ഈ ഒരു മെഷീനറീസിലൂടെ പോകുന്ന സമയത്ത് ഞാൻ എനിക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങൾ നടക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് ഒരു 4-5 കല്ല് വെച്ചിട്ടാണ് പോളിഷ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റത്തെ റോയിൽ ഒരു 2-3 ബ്രഷുകൾ ഒരു കല്ല് വെച്ചിട്ടും അതിന് തൊട്ടടുത്ത ലെയറിൽ രണ്ടാമത്തെ കല്ല്, അങ്ങനെ ഓരോന്ന്. അപ്പോൾ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് പോകുന്ന സമയത്തേക്ക് അത് ഫുള്ള് പോളിഷായിട്ട് അവിടെ എത്തുമ്പോഴേക്കും അത് A to Z കംപ്ലീറ്റ് ഫിനിഷായിട്ടാണ് പോവുക. പിന്നീട് നമുക്ക് വിൽക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റായിട്ട് മാറുകയും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് ചെയ്യുന്നത്. കൺസെപ്റ്റ് വളരെ സിമ്പിളാണെങ്കിലും വളരെ ഹ്യൂമൻ എഫേർട്ട് വളരെ കുറച്ചിട്ടുള്ളൊരു പ്രോസസ്സാണിത്. കണ്ടോ, നമുക്ക് ഒരേ സമയം എല്ലാ മെഷീനറീസും വർക്ക് ചെയ്യുന്നുള്ളത്, ഒരേ സമയം തന്നെ ഒരുപാട് ബ്രഷുകളും ഇതൊക്കെ വർക്ക് ചെയ്യുന്നുള്ള ഒറ്റ പ്രശ്നം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നടന്നു പോവുകയും ചെയ്യും. അവസാനത്തെ ഒരു ബ്രഷ് വെച്ചിട്ട് അത് ക്ലീനിങ്ങിൻ്റെ പരിപാടിയും കൂടെ ഇതിനകത്ത് ഇത്രയും പ്രോസസ്സിനകത്തും ഒരു മനുഷ്യനും ഇടപെടുന്നില്ല എന്നുള്ളതാണ്. ഇത് ഹാൻഡിൽ ചെയ്യാൻ, ഇതിൻ്റെ വോൾട്ടേജും കാര്യങ്ങളും ചെക്ക് ചെയ്യാനും ഇതിൻ്റെ റൊട്ടേഷനും കാര്യങ്ങളും ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരാൾ മാത്രമേ ആവശ്യമുള്ളൂ. എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് തന്നെ ഫിനിഷ് ചെയ്യും, നമുക്ക് ഒരു ഔട്ട്കം കിട്ടുകയും ചെയ്യും.
എല്ലാ ഭാഗത്തും ഒരേ രീതിയിലുള്ള പോളിഷിങ് കിട്ടും. ഒരേ മെഷീൻ വെച്ചിട്ട് ഒരേ സമയം ഒരേ ടൈം വെച്ചിട്ട് പോളിഷ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പോളിഷിങ്ങിന് ഒരു സ്ലാബിനകത്ത് കൂടുതലോ കുറവോ ഒന്നും ഉണ്ടാവില്ല. സാധാരണ ഇത് മാനുവൽ ചെയ്യുന്ന സമയത്ത് ഒരു ഭാഗത്തേക്ക് നമുക്ക് കൂടുതൽ സമയം റൊട്ടേഷന് വേണ്ടി വിട്ട് കഴിഞ്ഞാലൊക്കെ ആ ഭാഗത്ത് പോളിഷിങ്ങിൽ വ്യത്യാസങ്ങളും ഫീൽ ചെയ്യാറുണ്ട്. മുമ്പത്തെ കല്ലുകളിലൊക്കെ ചില ഭാഗങ്ങൾ പോളിഷ് കൂടുതലും ചില ഭാഗങ്ങൾ പോളിഷ് കുറവുകളൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇതിനകത്ത് നമുക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. ഫുള്ളി കമ്പ്യൂട്ടറോട് ചെക്ക് ചെയ്യുന്നതായതിനാൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. മുമ്പുണ്ടായിരുന്ന വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാനും ഇത് പിടിച്ചുകൊണ്ട് പോകാനൊക്കെ ഒരുപാട് ആൾക്കാർ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ടൈം എടുക്കുകയും ചെയ്യുന്നു കേട്ടോ. പോളിഷിങ്ങിനൊക്കെ ഒരുപാട് ടൈം എടുക്കുകയും ചെയ്യുന്നു. പക്ഷെ നമുക്ക് ഇത്രത്തോളം സ്റ്റോണോ കാര്യങ്ങളൊന്നും ആവശ്യമില്ലായിരുന്നു പോളിഷ് ചെയ്യാൻ. കാരണം ഒരു മെഷീൻ വെച്ചിട്ടായിരിക്കുമല്ലോ പോളിഷ് ചെയ്യുക. അതുകൊണ്ട് സ്റ്റോണിൻ്റെ ചിലവ് കുറയും. പക്ഷേ നമുക്ക് ടൈം ഒരുപാട് എടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള മെഷീനറീസുള്ള ഫാക്ടറികളിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ചില രീതിയിൽ പൈസയിൽ ചിലപ്പോൾ 2-3 രൂപയുടെ വ്യത്യാസം കൂടുതൽ കാണാം. പക്ഷേ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി നമുക്ക് ഇങ്ങനത്തെ കല്ലുകളാണ് ഫീൽ ചെയ്യാറുള്ളത് കേട്ടോ. ഇത് ഞാൻ വേറെ ഫാക്ടറി പോയ സമയത്ത് ജസ്റ്റ് ഒന്ന് അവിടുത്തെ മെഷീനറിയും കൂടെ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്താണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ബ്ലാക്ക് ആണ് കേട്ടോ, ബ്ലാക്ക് ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ശരിക്കും അതിനകത്ത് എപ്പോക്സി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പർച്ചേസ് ചെയ്തില്ല എപ്പോക്സി ഇല്ലാത്തതാണ്. ജസ്റ്റ് ഫാക്ടറി വിസിറ്റ് ചെയ്ത സമയത്ത് അവിടെ ഫാക്ടറിയിൽ എപ്പോക്സിയുള്ള ഗ്രാനൈറ്റ്, ബ്ലാക്ക് ഗ്രാനൈറ്റ് കണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തത് മാത്രം. അവിടുത്തെ മെഷീനറീസും കൂടെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗ്രാനൈറ്റ്, ഗാലക്സി എപ്പോക്സി കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഗ്രാനൈറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗ്രാനൈറ്റിൽ തന്നെ പല രീതിയിൽ വരുന്നുണ്ട്, എപ്പോക്സി ഉള്ളതും എപ്പോക്സി ഇല്ലാത്തതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആവശ്യം എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് അതുപോലെ ചെയ്യുകയാണ് ഏറ്റവും ഉത്തമം കേട്ടോ. കണ്ടോ, ഇത് അത്യാവശ്യം ഡോട്ട്സ് ഉള്ള ഗ്രാനൈറ്റ് ആയിരുന്നു. എപ്പോക്സി കിട്ടുന്ന സമയത്ത് ഇത് നല്ല ബ്ലാക്കായി മാറിയിട്ടുണ്ട്. ഞങ്ങൾ പർച്ചേസ് ചെയ്ത കല്ല് ഈ കാണുന്ന ഗ്രാനൈറ്റ് ആണ് കേട്ടോ, സ്റ്റീൽ കിറ്റ് ഗ്രാനൈറ്റാണ്. ഇതിനകത്ത് എപ്പോക്സിയോ കാര്യങ്ങളൊന്നുമില്ല. ഇതിനകത്ത് സൈഡ് ഭാഗത്തൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ എനിക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇതിൻ്റെ കല്ലിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എനിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ 2 ഫീറ്റിൻ്റെയും അതുപോലെ തന്നെ 3 ഫീറ്റിൻ്റെയൊക്കെ വീതിയിലുള്ള കല്ലുകൾ നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഷോറൂമിൽ വിളിച്ച് കഴിഞ്ഞാലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിനകത്ത് വിളിച്ചാലും അതല്ലെങ്കിൽ ഷോറൂമിൽ നേരിട്ട് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കല്ലുകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഗാലക്സി അത്യാവശ്യം ക്വാളിറ്റി കൂടെ ഗാലക്സി, അതേപോലത്തെ പ്ലെയിൻ ബ്ലാക്ക്, എപ്പോക്സി ഒന്നും ഇല്ലാത്ത പ്ലെയിൻ ബ്ലാക്ക്, ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം. അതെല്ലാം നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ്. നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പറിനകത്തോ അതല്ലെങ്കിൽ നേരിട്ട് ഷോപ്പിൽ നിങ്ങൾക്ക് വരാൻ പറ്റും. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് അയച്ച് വെച്ചോളൂ. പുതിയൊരു വീഡിയോ അടുത്ത പ്രാവശ്യം കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.